ഒരു അമേരിക്കയുടെ ഒരു ലോക മേധാവിത്വത്തിന് ഇടിവ് സംഭവിച്ചു എന്നത് വ്യക്തമാണ്. അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, അമേരിക്കയുടെ സൈനിക ബേസുകൾ നിലനിർത്തപ്പെടണം. അതുകൊണ്ട് തന്നെ അവിടെ ചെറിയ തോതിൽ സംഘർഷം ഉണ്ടാകേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. എന്നാൽ സംഘർഷം ഒരു ലെവലിൽ കൂടുതൽ എസ്കലേറ്റ് ചെയ്യുന്നതിനോട് അമേരിക്കയ്ക്ക് വലിയ താല്പര്യമില്ല. അതുതന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പല ആവർത്തി പറഞ്ഞത്. ഇത് അവസാനിപ്പിക്കണം, അമേരിക്കയ്ക്ക് എല്ലായിടത്തും ഇടപെട്ടുകൊണ്ട് നിൽക്കാനാവില്ല. ഉക്രൈൻ്റെ കാര്യത്തിലും പറഞ്ഞത് അതാണ്. എനിക്ക് അധികാരം തരൂ, ഞാൻ 5 ദിവസത്തിനകം സംഭവം പരിഹരിച്ചു തരാം എന്ന് പറയുന്നത് പോലെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപ് പ്രചരണം നടത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? ആവശ്യമില്ലാത്ത ഇടത്ത് അമേരിക്കയ്ക്ക് ചിലവാക്കാൻ പണമോ ഒന്നുമില്ല, എന്നാൽ അമേരിക്കയുടെ ഗ്ലോബൽ പ്രസൻസിന് കോട്ടം തട്ടാനും പാടില്ല. ആ രീതിയിൽ അമേരിക്ക മുന്നോട്ട് പോകുന്നു. മറുവശത്ത് ഇവിടെ സമാധാനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആത്യന്തികമായി പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകണം എങ്കിൽ സമാധാനം നശിപ്പിക്കുന്ന വൈറസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു അടിസ്ഥാനപരമായൊരു വിഷയമുണ്ട്. അത് പാലസ്തീൻ വിഷയം അടിസ്ഥാനപരമായ വിഷയമാണ്. അപ്പോൾ രോഗമെന്ന് പറയുന്നത് പാലസ്തീനുമായി ബന്ധപ്പെട്ടാണ്, ഇസ്രായേൽ പാലസ്തീനുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയെങ്കിൽ ആ രോഗം ഡയഗ്നോസ് ചെയ്ത് രോഗകാരണങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, രോഗത്തെ അല്ല, രോഗം ഉണ്ടാക്കാനുള്ള കാരണങ്ങളെ. അങ്ങനെയാണെങ്കിൽ ഭീകരത എന്ന് പറഞ്ഞു, ഇവിടെ ഭീകരതയെക്കുറിച്ചാണല്ലോ നമ്മൾ പലപ്പോഴും പറഞ്ഞത്. ഹമാസ്, ഹിസ്ബുള്ള, മറ്റ് ഭീകര ഹൂതികൾ, ഭീകര ഗ്രൂപ്പുകൾ. ഈ ഭീകരവാദത്തിന് ഒരു വിത്തെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അസ്വസ്ഥതയാണ്. ആ അസ്വസ്ഥതയെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുമ്പോൾ പലസ്തീന് ഒരു സ്വയംഭരണ ഏറിയ ഈ യുദ്ധത്തിൻ്റെ അവസാനം അങ്ങനെ സംഭവിക്കൂ, അല്ലാതെ ഒരു കാര്യവും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ യുദ്ധം 7-ാം തീയതി നമ്മൾ പറയുന്നു, ഒക്ടോബർ 7 നാളെയാണ്. അത് സംഭവിക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ ഒബ്ജക്റ്റീവ്സ് മുഴുവൻ നേടിയെടുക്കണം. ഇസ്രായേലിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇവിടെ നിൽക്കില്ല, ഒരുപാട് വിശാലമായ ഒബ്ജക്റ്റീവ്സാണ് ഇസ്രായേലിന്. പക്ഷേ അടിസ്ഥാനപരമായ കാരണം പരിഹരിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ പരിഹരിക്കണം. ഇമ്മീഡിയറ്റ്ലി റിലീസ് ഓഫ് ദ ഹോസ്റ്റേജസ് നടന്നേ പറ്റൂ. അത് കൈവശം വെക്കാനാവില്ല. കാരണം ബെഞ്ച് മാർക്കായിട്ട് എടുക്കേണ്ടത്, ഈ സംഘർഷത്തിൻ്റെ ബെഞ്ച് മാർക്ക് ദിവസമായിട്ട് എടുക്കേണ്ടത് ഒക്ടോബർ 7, 2023. അന്ന് തട്ടിക്കൊണ്ടുപോയ 100ഓളം പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ് പ്രശ്നമില്ല, പിന്നെ ഉള്ളത് ശാശ്വതമായ പ്രശ്നമാണ്. അത് പാലസ്തീനിയൻസിന് സ്വയംഭരണ സ്റ്റേറ്റസും ഇസ്രയേലിനെ പാലസ്തീനിയൻസ് അംഗീകരിക്കണം. ഹമാസും ഹിസ്ബുള്ളയും ഉൾപ്പെടെ തീവ്ര വിഭാഗത്തിലുള്ള ഗ്രൂപ്പുകൾ ഇസ്രയേലിനെ അംഗീകരിച്ചേ മതിയാവും. ഇത് രണ്ടും നടക്കുന്നതിന് ഉള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സംഘർഷം ഇപ്പോൾ തുടരുന്നത്. വൻ ശക്തികൾക്ക് ഇതിൽ കാര്യമായി ഇടപെടാനില്ല. ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആശയം മാത്രമേ ആത്യന്തികമായി നടപ്പാക്കാൻ പറ്റൂ. ഇന്ത്യയാണ് പറയുന്നത് 2 കക്ഷികളും നേരിട്ട് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയേ പറ്റൂ. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ അവിടെ ആവശ്യമാണ്. ഇസ്രായേൽ ഒരു വശത്തും, ഇറാനല്ല മറുവശത്ത് വരേണ്ടത്, ഇസ്രായേൽ ഒരു വശത്തും, അഫക്റ്റഡ് ആയ പാലസ്തീനിയൻസ് മറുവശത്തും ഉണ്ടാകണം. പാലസ്തീനിയൻസിന് വേണ്ടി ഇറാൻ വക്കാലത്ത് പിടിക്കുന്നിടത്തോളം കാലം ഈ പരിഹാരം ഉണ്ടാവില്ല. 2 കൂട്ടരും അതിന് ഐക്യരാഷ്ട്ര സംഘടനയെ പിണക്കിയത് ശരിയായില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. അന്റോണിയോ ഗുട്ടറസ് എത്ര അബദ്ധം കാണിച്ചാലും ശരി, അദ്ദേഹത്തെ കടക്ക് പുറത്തോ എന്ന് പറയാൻ തക്ക ഒരു ധാർഷ്ട്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് ഓപ്ഷൻസ് ഓപ്പണായി വെക്കാവുന്ന അവസരത്തിൽ ആ ഓപ്ഷൻസ് 2 കൂട്ടരും കളഞ്ഞു കുളിച്ചു. അതുകൊണ്ടാണ് സംഘർഷം ഇപ്പോഴും തുടരുന്നത് എന്നാണ് രോഹിണി എനിക്ക് തോന്നുന്നത്. ഒറ്റ ചോദ്യം പറയാനുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞു, PLOയുടെ ചാർട്ടർ കോപ്പി പേസ്റ്റ് ആണ് ഹമാസിൻ്റെത്. ഞാൻ ഇന്ന് അത് പരിശോധിച്ചു. 29 ആർട്ടിക്കിളിൽ ഒരു സ്ഥലത്തും ഇസ്ലാം എന്ന മതത്തിന്റെ പേര് പറയുന്നില്ല. ഒന്നാമത്തെ ചോദ്യം. 2 മാത്രമല്ല, 7ാമത്തെ ആർട്ടിക്കിളിൽ അവർ പറയുന്നു, Jews of Palestine origin are considered Palestinians if they are willing to live peacefully and loyally in Palestine. എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെയും പലസ്തീനികളായി അംഗീകരിക്കും, നേരത്തെ ഉണ്ടായിരുന്ന എന്ന് പറയുന്ന മതേതര ചാർട്ടറുള്ള ഒരു സംഘടനയായിരുന്നു PLO. അദ്ദേഹം ഇന്നലെ തെറ്റിദ്ധരിപ്പിച്ചു, അത് ഒരു മതസംഘടനയാണ്. അതിന്റെ ചാർട്ടർ കോപ്പി പേസ്റ്റ് ആണ് ഹമാസിന്റേത്. ഇത് പറയുമ്പോൾ എന്നാ ഒരു കാര്യം കൂടി അംഗീകരിക്കണം. ഇതേ സംഗതിയിൽ അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ സംഗതി എഴുതി മുന്നോട്ട് പോകുമ്പോൾ ഗാസയ്ക്ക് വേണ്ടി, വെസ്റ്റ് ബാങ്കിന് വേണ്ടിയിട്ടും നമ്മൾ അവിടെ അവകാശം ഉന്നയിക്കില്ല എന്നും കൂടി എഴുതി ഒപ്പിട്ടിട്ടാണ് കാര്യങ്ങൾ തീരുമാനമാക്കി. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഫ്രീ ഗാസ നടക്കണമെന്ന് കൂടി ഒന്ന് ചോദിക്കണം. അതും കൂടി അതിന് കൂടെ പറയാം.